ഞാൻ ഈ സമൂഹത്തിനോടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിയെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, നിങ്ങൾ എല്ലാവരും എന്നെ വെടി എന്നാ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കൽ കരയുമ്പോൾ കൂടെ കരയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഷിംജിത എന്ന ഒരു നികൃഷ്ട ജീവിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. അവൾ കാരണം മരണപ്പെട്ട ദീപകിന്റെ അമ്മ തമ്മിൽ എന്ന പ്രോഗ്രാമിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ? അതേ കണ്ണുനീര് കണ്ട് പുഞ്ചിരിച്ചവളാ. അതേ കണ്ണുനീര് വറ്റുന്നതിന് മുൻപ് ആ മനുഷ്യൻ മരണപ്പെട്ട ആ ഒരു മനുഷ്യനെ അത്രമാത്രം അവഹേളിച്ച വ്യക്തിയാ. ഇത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പൊതുമധ്യത്തിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ 10 പേരിൽ താഴെ ആളുകളുമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത്, ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണ് എൻ്റെ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. അതാദ്യം ശ്രീലക്ഷ്മി അറക്കൽ മനസ്സിലാക്കുക. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാണ് എങ്കിൽ മറ്റുള്ള ആളുകളുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാനും കരുതുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ക്യാമറ അങ്ങ് ഓണായി കാണുമ്പോൾ എന്ത് ഊളത്തരം വിളിച്ചു പറയാമെന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവം തന്നെയാണ് താങ്കളെ ഇപ്പോ അവിടെ ഇരുത്തി കരയിച്ചത് എന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം ഊളത്തരമാണ് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്ക് അറിയാം ഷിംജിത അങ്ങോട്ട് കയറിയാണ് മുട്ടിയത് എന്നുള്ളത്. എന്നിട്ടും അതിൽ ഇങ്ങോട്ടാണ് മുട്ടിയത് എന്ന രീതിയിൽ മരിച്ച് മണ്ണടിഞ്ഞ് കിടക്കുന്ന മനുഷ്യനെ ആ അമ്മയുടെ കണ്ണുനീരിന്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് നീ പറഞ്ഞേ. നീ കരഞ്ഞാല് ഇവിടെയുള്ള ആളുകൾക്ക് ഒന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറെ ആളുകൾ ചോദിച്ചു ഇവളെ ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്നത്, അവളെ പുറത്താക്കണ്ടേ എന്നൊക്കെ. പുരോഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൂടുതലോ 2 കൂടുതലോ 3 കൂടുതലോ ആളുകളുമായിട്ട് ബന്ധപ്പെടലുകളല്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വീണ് കിടക്കുന്ന സ്ത്രീകളെ കൈ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരാനായിരിക്കണം ശ്രമിക്കേണ്ടത്, അല്ലാതെ പുരുഷന്മാരുടെ നേരേക്കുള്ള വെറും വിദ്വേഷം ആവരുത് എന്നുള്ളതാണ്. പക്ഷെ വിദ്വേഷം പ്രകടിപ്പിക്കാനൊക്കെ അറിയാം, പുരുഷന്മാരോട് ഭയങ്കര വിദ്വേഷമാണ്. പക്ഷെ ആ കാര്യത്തിന് അവർ വേണം. കൊള്ളാം. നമുക്ക് എന്താണെന്നറിയാം, നമുക്ക് മനസ്സിലാവും അത് അത്തരത്തിൽ ചെയ്യുന്നവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ക്രൂശിക്കുക തന്നെ ചെയ്യണം. കാരണം എനിക്കറിയാം അച്ഛനില്ലായിരുന്നു, ഏകാന്തതയിലാണ്. നമുക്കിപ്പോ വേണേലും നമുക്കിപ്പോ വേശ്യാവൃത്തി, ഇപ്പൊ ഞാൻ എന്തൊക്കെ പറയുന്നത്, ഇപ്പൊ എനിക്ക് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാം എനിക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, മനസ്സിലായോ? നമുക്കിപ്പോ ഇപ്പൊ വേശ്യാവൃത്തി മോശം എന്നല്ല പറയുന്നത്, നമുക്കത് പറ്റത്തില്ല. ആ വേശ്യാവൃത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് നമുക്കിപ്പോ വീട്, കാറ്, എന്നില്ലെങ്കിൽ ഒരു ഫോണ് വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോണ് പോലും മാറ്റാൻ പൈസ ഇല്ല. അപ്പം നമ്മളെ അങ്ങനെ എന്തിനാ ഇവര് ഈ വെടി എന്ന് പറയുന്നത്? അപ്പം അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുന്നതാണ്. ഞാൻ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ജനങ്ങളെ നിങ്ങൾ പറ എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെ വിളിച്ചതെന്നുള്ളത്. പിന്നെ വേശ്യാവൃത്തി ഒരു മോശപ്പെട്ട തൊഴിലല്ല എന്ന് പറയുമ്പോഴും നിവൃത്തികേട് കൊണ്ട് വേശ്യാവൃത്തി നടത്തുന്നവരും പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം വേശ്യാവൃത്തി നടത്തുന്ന ആളുകളുണ്ട്. രണ്ടാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ അബദ്ധത്തിലൊക്കെ പോയി പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരെ കൈ പിടിച്ചുയർത്താൻ കൂടി ആയിരിക്കണം ഫെമിനിസ്റ്റുകളൊക്കെ ശ്രമിക്കേണ്ടത്. അവിടെ കുറെ സെക്സ് വർക്കേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ, കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അവരൊക്കെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരാ വേണ്ടത്, അല്ലാതെ പുരോഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മാതിരി ഊളത്തരം പറയല്ല. ഞാൻ എപ്പോഴും ചൂസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്തയാള് എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ ആദ്യം ചിലപ്പം നമ്മളുടെ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആകർഷിതരാകുന്നത്, സെക്സിനകത്ത് ആകർഷാവില്ല. രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവവും സെക്സും ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കും ഇത്. മറ്റൊന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ടോക്സിക് അല്ലാതെ കുറച്ച് സമാധാനം തരുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽട്ടർ ചെയ്ത് കൂടുതൽ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. ഇത്തരം വാക്കുകളൊക്കെ ഇവിടെയുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെയല്ലേ എത്തുന്നത്. അതൊന്നും കൂടാതെ പല സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പല കമന്റുകളും എനിക്കിവിടെ കാണിക്കാൻ കഴിയില്ല എന്നുള്ളത്. അത്രക്ക് കമന്റുകൾ നിങ്ങൾ പല ഇടങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഞാനത് പറയുന്നുമില്ല. അതൊക്കെ ഇപ്പോഴും കമന്റ് ബോക്സുകളിൽ ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് കുത്തിപ്പോക്കുന്നത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാക്ക് തന്നെയാണ് ഇതിന് വിനയായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്നുള്ളതാണ്. ഊളത്തരം ഒരുപാട് പറഞ്ഞ അവസാനം ഒന്ന് കരഞ്ഞു കാണിച്ചാൽ നമ്മൾ അങ്ങ് തകർന്ന് പാവം എന്ന് പറയും എന്നുള്ളതാണ്. പക്ഷെ മനസ്സിനകത്ത് ആ ഒരു മനുഷ്യന്റെ മുഖമുണ്ട്, ദീപക് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖം, അവരുടെ അമ്മയുടെ മുഖം. തമ്മിൽ എന്ന പ്രോഗ്രാം കണ്ട ഏതൊരു
മനുഷ്യന്മാർക്ക് മനസ്സിലാവും തമ്മിൽ തന്നെയല്ലേ, നമ്മൾ തമ്മിലാണോ, ഓക്കെ. അവിടെ ആ അമ്മ കരഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്കും അറക്കല് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, ബാക്കിയൊന്ന് കേൾക്കാം. അത് ഭയങ്കര മോശം, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ മൊത്തം കഷ്ടപ്പെട്ട് ഇപ്പൊ ട്യൂഷൻ എടുത്ത് എല്ലാ നേരം ട്യൂഷൻ എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഇതുപോലെ ട്യൂഷൻ എടുത്ത്. ഓക്കെ. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത്, എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കഷ്ടപ്പാടിന്റെ വേദന അറിയുന്ന ഒരു മനുഷ്യൻ സ്വന്തം വീടിന് താങ്ങായി തണലായിട്ട് ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി പോയപ്പോഴാണ് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വൈറലാവാൻ ശ്രമിച്ച ഷിംജിത എന്ന നികൃഷ്ടജീവി അയാളെ വീഡിയോയിൽ പെടുത്തിക്കൊണ്ട് അനാവശ്യമായിട്ട് ഓരോ വൃത്തികേടുകൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആള് മരണപ്പെട്ടത്. അതുകൂടി മനസ്സിലാക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത്, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. മറ്റുള്ള ആളുകളുടെ കഷ്ടപ്പാട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞത് എപ്പോഴോ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തീരെ അതങ്ങോട്ട് യോജിച്ചു പോകുന്നില്ല കേട്ടോ. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിച്ച എനിക്കറിയാം. അത് ഒരു രൂപ പോലും വീട്ടിൽ നിന്ന് കൊടുക്കാനില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് കൃത്യമായിട്ട് ട്യൂഷൻ എടുത്ത് എത്ര പ്രായം തൊട്ട് ഏത് പ്രായം തൊട്ട് അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. അത് 9ാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ 9ാം ക്ലാസ്സിൽ അത് എന്റെ ഒരു 14 വയസ്സ് തൊട്ട് ഞാനിപ്പോ 30 വയസ്സായി. എനിക്ക് ആ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെടിയെന്ന് പറയരുത്, ഒരു മനുഷ്യനെയും വെടിയെന്ന് പറയരുത്. അത് മാത്രമല്ല ഒരു മനുഷ്യനെ ആരും അത് വിളിക്കില്ല. സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ആളുകളുടെ മുന്നിലേക്ക്. അവരങ്ങനെ വിളിച്ചു പോണതാണ്. ഞാൻ ആ വിളിയോടൊന്നും ഒരിക്കലും സപ്പോർട്ടല്ല, എന്നാലും പറയാണ്. ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളെ കുറ്റം എങ്ങനെ പറയാൻ കഴിയും? പിന്നെ അധ്വാനത്തിന്റെ കഥ പറഞ്ഞല്ലോ. ഞാനൊക്കെ 6ാം ക്ലാസ് മുതൽ കല്ലേറ്റാൻ തുടങ്ങിയതാണ്. അപ്പൊ അധ്വാനം എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. അത് വെറുതെ എങ്ങനെ പറയേണ്ട കാര്യമില്ല. സാമ്പത്തികമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഏതൊരു കുട്ടിക്കും അധ്വാനത്തിന്റെ വില മനസ്സിലാവും. പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി ഇതാണ് പുരോഗമനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊളത്തരം വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തും. ഒന്നും കൂടി കേൾപ്പിക്കാം. ഓരോ ആൾക്കാരായിട്ട് സെക്സ് ചെയ്യുമ്പോൾ താങ്കൾ അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യും. എല്ലാം കൂടി വരുമ്പോഴാണ് ഞാൻ പറയുന്ന മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതെ നമ്മൾ ഓരോ ഇപ്പൊ എന്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുന്നത്. എന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് 7 വർഷം, അത് കഴിഞ്ഞിട്ടുള്ള 4 വർഷം, അങ്ങനെയൊക്കെയാണ് എന്റെ റിലേഷൻഷിപ്പ്. ഞാൻ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്, അതിൽ കമ്മിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് ബെറ്റർ, അതായത് നമുക്ക് ഒരാളുമായിട്ട് ബ്രേക്കപ്പ് ആകുമ്പോൾ അറിയാലോ ഇയാളുടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉള്ളതെന്ന്. സെക്സ് ലൈഫ് മാത്രമല്ല, ബാക്കിയുള്ള ഇമോഷണലും അങ്ങനത്തെ പൊളിറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള ലവ് എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അപ്പം പൊളിറ്റിക്കലും അങ്ങനെ എല്ലാ എലമെന്റും കൂടെ കൂടുതൽ ഫിൽട്ടർ ചെയ്ത് കൂടുതൽ നല്ല ബെറ്റർ ആളെയാണ് ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. നിങ്ങളുടെ താല്പര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെതായ രീതിയിലുള്ള നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലേക്കാണല്ലോ നമ്മൾ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ നെഗറ്റീവും പോസിറ്റീവും കേൾക്കാൻ പ്രാപ്തരായിട്ടിരിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പല നിലപാടുകളിലും ഊളത്തരങ്ങളുണ്ട്. ഇവിടെ പുരുഷ വിരോധിയാണ് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് ആ പുരുഷൻ എനിക്ക് ഇതൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നില്ലേ? പിന്നെ അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? ഞാൻ ഫെമിനിസ്റ്റ് ആണ്, ഇതാണെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ മണ്ടത്തരാണെന്നുള്ളതാണ്. അപ്പൊ ഒന്നേ പറയുന്നുള്ളൂ, നമ്മുടെ നാക്കാണ് നമുക്ക് പണി തരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ നാക്ക് തന്നെയാണ് നിങ്ങൾക്ക് പണി കിട്ടിയത്, അത്രേ ഉള്ളൂ. ആ ഒരു മനുഷ്യന്റെ അമ്മയുടെ കണ്ണുനീര് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ളതാണ്. നിങ്ങളുടെ കണ്ണുനീരിന് വാല്യൂ ഇല്ലാതെ പോകുന്ന എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് സ്വയം ഒന്ന് പരിശോധിച്ചാൽ നന്നാവും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാണുന്ന ആളുകൾ സഭ്യമായ രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവിടെ പാൾ സൈനിങ് ഓഫ്.